റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 kg ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, ശേഷം ഒരു 2 ടീസ്പൂണോളം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അതും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാം. ശേഷം അത് കുറച്ച് ബട്ടറും ഓയിലും കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് പയ്യെ ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ശേഷം മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകമാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് പയ്യെ എന്ന് വാടി വരുന്ന സമയത്ത് 2 സവോളയോളം ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ, അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സവോള ഗോൾഡൻ ഷെയ്ഡ് ആവാനൊന്നും കാത്തിരിക്കണ്ട കേട്ടോ. അത് ഈ ഒരു പരുവാകുമ്പോൾ ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊരു വലിയ സൈസ് ഒരു തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 10 മുതൽ 12 കാഷ്യൂസൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മൂടി വെച്ചൊന്ന് പയ്യെ എടുത്തിട്ടുണ്ട്. ശേഷം അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആ സമയത്ത് അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കാം. അതേ ഇതിലേക്ക് തന്നെ ബട്ടറിലേക്ക് തന്നെ നമുക്കൊരു 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അത് കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിൽ എണ്ണയൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കസൂരി മെത്തി കയ്യിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിക്കൊരു മധുരം കിട്ടാനായിട്ട് അത് മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബായ്.